നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നന്മയുടെ നറുപുഷ്പങ്ങളുമായി ഇതാ ജീസസ് കിഡ്സ്. ഏവർക്കും സ്വാഗതം. അനുഭവങ്ങൾ നർമ്മത്തിലൂടെ നമ്മിലേക്ക് പകരാൻ ഇതാ റെഡി കാട്ടിലെ കൂട്ടുകാർ. ഒരു വിക്കറ്റ് 3 റൺസ്. എതിർ ടീം ജയിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു. എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ ഒരു ലക്ക. എങ്ങനെയോ രക്ഷപ്പെട്ടു, അല്ലാതെ എന്ത് പറയാനാ. എന്തായാലും കളി ജയിച്ചല്ലോ. അതെ അതെ, ഇനി പങ്കിലങ്കാട്ടിലേക്ക് കളിക്കാൻ പോകാനും ഒരു ധൈര്യമൊക്കെ. അതെ അതെ അതെ, നമുക്ക് ഈ ഫ്രണ്ട്ലി മാച്ച് ഒരു പ്രാക്ടീസ് കൂടിയായി. പങ്കിലങ്കാട്ടിലെ ടൂർണമെന്റില് നമ്മൾ എന്തായാലും ജയിക്കണം. തീർച്ചയായും നമ്മളെല്ലാരും ഒരുമിച്ച് നിന്നാ മതി. നമുക്കേ കുറച്ചുകൂടി പ്രാക്ടീസ് വേണം കേട്ടോ. അതെ അതെ, പപ്പീസ് ഇപ്പൊ അപാര ഫോമിലാ. ബൗളിങ്ങില് അടിപൊളി പെർഫോമൻസ് നടത്തുന്നേ. അതെ അതെ, അതൊക്കെ എങ്ങനെയോ സംഭവിക്കുന്നതാ. ഓ, ഇതാ കുഴപ്പം. സ്വന്തം കഴിവിനെ അംഗീകരിക്കില്ല. ഈ ഫോമില് പപ്പീസ് കളിച്ചാ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനാവും. അത് വളരെ ശരിയാ. ശ്രമിക്കാം, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ. ഈ കാട്ടുത്സവത്തിലെ പരിപാടികൾക്ക് പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് ജംഗിൾ വേൾഡിൽ പങ്കെടുക്കാന്ന്. അറിയാം അറിയാം, നിങ്ങൾ സമയം കളയാതെ വാ. എന്തായാലും നമ്മൾ കളിക്കും, ജയിക്കും. അല്ലേ പപ്പീസ്? ഞാൻ പറഞ്ഞില്ലേ, കളി ഒരു ദിവസം കൊണ്ട് മാറ്റിമറിക്കാൻ കഴിവുള്ളവർ നമുക്കിടയിലുണ്ട്. അത് ശരിയാ. എല്ലാവരും ഒരുപോലെ പ്രയത്നിച്ചാ വിജയം ഉറപ്പാണ്. വേഗം വന്നേ, സമയം പോയി. എന്തൊരു ഒഴുക്ക്. അല്ല കപിലേ, കപിലി പുഴ നീന്തി അക്കരെ കിടക്കൂ പറ്റൂ? പിന്നെ ഞാൻ കിടക്കും. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് നീന്ത് കാണട്ടെ. ഞാൻ നീന്ത് വന്നേ. എങ്കിൽ പന്തയത്തിനുണ്ടാ? ഉണ്ട്, പന്തയത്തിനുണ്ട്. 1000 രൂപയ്ക്ക് പന്തയം. 1000 രൂപയൊന്നും ഇപ്പോഴില്ല, 2000 രൂപയ്ക്ക് പന്തയം. എന്നാ 2000 എങ്കിൽ കൈയടിക്ക്. അടിച്ചു അടിച്ചു കൈ അടിച്ചു. പന്തയം ഉറപ്പിച്ചില്ലേ? പിന്നെ എങ്കിൽ ഞാൻ നീന്താൻ പോവുക കേട്ടോ. നീന്ത് നോക്ക കൊള്ളാം. നടുവിലെ ചെങ്ങാനും മുങ്ങിയ പിന്നെ നോക്കട്ടെ. ഞാൻ നീന്താൻ പഠിച്ചിട്ടുള്ളതാ കേട്ടോ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അക്കരെ തിരികെ പിന്നിട്ടില്ല. ഓർക്കുമ്പോ പേടിയാവണു. എന്നെ പേടിപ്പിക്കരുത്. പേടിപ്പിച്ചത് നല്ലതേ. ഒഴുക്കിലെങ്ങനെ പെട്ടുപോയാല് എത്ര ദിവസം കഴിഞ്ഞാലും കണ്ടുകിട്ട. അതും ജീവനില്ലാണ്ട് അളിഞ്ഞ് പിളിഞ്ഞ് പേടിപ്പിക്കരുത് പേടിപ്പിക്കരുത്. ഞാൻ നീന്തണില്ല, എന്താ പോരെ? അപ്പോ പന്തയം വെക്കണില്ലേ? ഇല്ല, ഞാൻ പിൻവലിച്ച് പന്തയത്തിന്ന്. സെൽഫില്ലല്ലേ? എന്ത്? ആത്മവിശ്വാസമില്ല. അല്പം കുറവാ കേട്ടോ. എന്റെ ഹോബി എന്താണെന്ന് കപിലിനറിയൂ? ഇല്ല. ആത്മവിശ്വാസമുള്ള ആളുകളുടെ മനസ്സങ്ങോട്ട് മരവിപ്പിക്കുക. മനസ്സിലായില്ല. ഇപ്പൊ കപിൽ നീന്താൻ തീരുമാനിച്ചില്ലേ? അത് ഞാൻ ഇല്ലാണ്ടാക്കിയില്ലേ? അപ്പോ ഞാൻ നീന്തിയാൽ എത്തും അല്ലേ? ചെലപ്പോ എത്തും. അത് നീന്തുന്ന ആളിന്റെ ആത്മവിശ്വാസം പോലെ ഇരിക്കും. എങ്കിലേ എനിക്ക് ഒരു ചെറിയ ഉപകാരം ചെയ്യണം. എന്താണ്? എന്നെ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ഒഴിവാക്കിയത്
ആ പപ്പീസ് ഒറ്റൊരുത്തനാ. അതിന് അവൻ കളിക്കാൻ പാടില്ല. എന്താ നടക്കും? ശ്രമിക്കാം. എനിക്കെന്തപ്പോ അതുകൊണ്ട് പ്രയോജനം? എങ്കിൽ വേൾഡ് കായിക മത്സരത്തിൽ പങ്കെടുക്കാതെ അവൻ നാണം കെടും. അതാണോ എനിക്കുള്ള പ്രയോജനം? അതല്ല, അങ്ങനെ സംഭവിച്ചാൽ ടീം പുതുക്കും. അപ്പോൾ ഞാൻ ടീമിൽ കയറി. അതുകൊണ്ട് പ്രയോജനം കപിലിന്. ഞാൻ ഗംഭീറിന് ഒരു ഗംഭീര ട്രീറ്റ്. ഉറപ്പാണ്? ഉറപ്പ്. എങ്കിൽ നോക്കിക്കോ, പപ്പീസ് കളിക്കില്ല. ഓ എന്റെ ഗംഭീര, എങ്കിൽ എന്റെ സന്തോഷം ഇന്ന് തന്നെ നമുക്ക് ആഘോഷിക്കാം. എങ്ങോട്ടാ പോണ്ടത്? ചിക്കൻ ഫുഡ് കോർട്ടിലേക്ക് വരൂ. നടക്കുവാ. ബാബുവേ ബാബുവേ പൊന്നരപ്പൂവേ വാസന കേട്ടു വരാർ നല്ല പൂവേ. ഒക്കെ നല്ല പോലെ നടക്കുന്നു. മത്സരം അടുത്തെത്താറായില്ലേ? പിന്നല്ലാതെ. എതിർ ടീം വളരെ സ്ട്രോങ് ആണല്ലേ? ഓ അത് പിന്നെ പറയാനുണ്ടോ? ആ ടീമിനൊരു ബാറ്റ്സ്മാൻ ഉണ്ട്, കോരൽ. ആര് പന്തെറിഞ്ഞാലും സിക്സർ വരുത്തും. നേരാണോ ഈ പറയുന്നത്? പിന്നെ ബോള് ചെയ്യുന്നവന് തല്ലങ്കും വെല്ലങ്കും. സത്യമാണോ ഗംഭീർ? സത്യമാണെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ അവന് കളി കണ്ടതല്ലേ. പേടിയാവുന്നു. പേടിക്കുന്നു വേണ്ട. പപ്പീസിന്റെ ഇപ്പോഴത്തെ ഫോം അനുസരിച്ച് പപ്പീസിന് മിനിമം ഒരു 10 സിക്സറെങ്കിലും. എന്നെ പേടിപ്പിക്കല്ല ഗംഭീരെ. ഞാൻ കാര്യം പറഞ്ഞതല്ലേ. പപ്പീസ് ആണെങ്കിൽ നല്ല ഫോമിലും. ഈ ഫോമിൽ പപ്പീസിന് സിക്സർ വായിക്കുന്നത് ഓർക്കാനേ പറ്റുന്നില്ല. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഈ അവസ്ഥയിൽ പപ്പീസിന് ഏറ്റവും നല്ലത് കളിക്കാതിരിക്കുന്നതാ. ഇപ്പുള്ള ഇമേജ് നിലനിൽക്കും. അത് നേരാ. പിന്നൊക്കെ പപ്പീസിന് ഇഷ്ടം പോലെ ചെയ്യാം. കളിക്കാതെ നിൽക്കുന്നതാ നല്ലത്. അതന്നെയാണ്. എന്നാലും അതൊക്കെ പപ്പീസാണ് തീരുമാനിക്കേണ്ടത്. ഗംഭീർ പറഞ്ഞത് ശരിയാണ്. എന്റെ ഇമേജ് ഞാൻ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കളിക്കുന്നില്ല. അങ്ങനെയാ നല്ലത്. നല്ല കാര്യം പപ്പീസ്. അത് നന്നായി. ഉപദേശം തന്നതിന് വലിയ ഉപകാരം. എനിക്ക് ജിമ്മിന് പോകുന്ന സമയം ഞാൻ അതിനുവേണ്ടി റെഡി ആവട്ടെ. ശരി. എന്ത് പറഞ്ഞാ മുങ്ങ? എന്തെങ്കിലും ഒരു വഴി. എന്നാലും ഈ പപ്പീസ് എന്ത് പറ്റി? പപ്പീസ് എന്ത് ഇങ്ങനെ പറയുന്നത്? അറിയില്ല എന്റെ സാറേ. അവനെ വരാൻ പറ്റൂലെന്നാ പറയുന്നേ ഇപ്പൊ. പപ്പീസിന് എന്തായാലും കണ്ടേ പറ്റൂ. സാറേ, അവൻ പ്രാക്ടീസിന് പോലും വരുന്നില്ലെന്നേ. അതൊന്നും സാരമില്ല. നിങ്ങൾ ചെല്ലേ. ക്രിക്കറ്റ് മാത്രമല്ലല്ലോ, നമുക്ക് മറ്റു മത്സരങ്ങളിലും പങ്കെടുക്കാം. ക്രിക്കറ്റില് പപ്പീസ് ഉണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയൊക്കെ ആയിരുന്നു. അതെ അതെ, നല്ല ബൗളറാ പപ്പീസ്. ആ പറഞ്ഞത് നേരെ. ഞാൻ പറഞ്ഞില്ലേ, പപ്പീസിന് എന്തോ പ്രയാസം പറ്റിയിട്ടുണ്ട്. ഞാനെന്ന് അവനെ കാണട്ടെ. നിങ്ങൾ ചെല്ലേ. ശരി സാറേ. ഇതുകൊണ്ടൊന്നും ട്രീറ്റ് മതിയാവില്ല. എത്ര വേണമെങ്കിലും ഈ കപിൽ വാങ്ങിത്തരുമെന്നേ. അപ്പോ പണോ? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കാര്യം നടന്നല്ലോ, അത് മതി. പപ്പീസ് ഈ അടുത്ത കാലത്തൊന്നും കളിക്കില്ല. ഗംഭീറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പപ്പീസിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് എത്ര പെട്ടെന്നാണെന്നറിയൂ. പാവം, നല്ല പോലെ കളിക്കുന്ന പപ്പീസ് ചെറിയൊരു വാക്കിന്റെ പുറത്ത് അവന്റെ ഭാവി കളഞ്ഞു. അതിന്റെ പ്രതിഫലമല്ല ഈ ട്രീറ്റ്. അതൊക്കെ പോട്ടെ. ഇനി ജംഗിൾ വേൾഡ് മത്സരത്തിൽ ഗംഭീറിന്റെ ഐറ്റം വരുന്നില്ലേ? ഞാനുമേൽ തൂങ്ങി സാഹസിക പ്രകടനം. അതിനെ ഗംഭീറിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. എവിടെന്ന്? കഴിഞ്ഞ 5 വർഷമായി വേൾഡ് ചാമ്പ്യൻ ഞാന്. എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഞാനുമേൽ തൂങ്ങി സാഹസികം കാണിക്കും. ഗംഭീറിന്റേത് അപാര ആത്മവിശ്വാസം തന്നെ. പിന്നെ നമുക്ക് കഴിയുമെന്ന് മനസ്സിലുറച്ച ഏത് വലിയ കാര്യവും വളരെ നിസ്സാരമായിട്ട് സാധിക്കുന്നേ. അപ്പോ എനിക്ക് ഈ പുഴ നീന്താൻ കഴിയുമല്ലേ? തീർച്ചയായും. അപ്പൊ ഗംഭീരനാക്കിയതാണല്ലോ. അതൊക്കെ ഒരു നമ്പർ. വരട്ടെ സംഗതികൾ വരട്ടെ. ഇതൊരു സാമ്പിൾ. സൂപ്പർ, അടിപൊളി.
പപ്പീസ് കാരണം നമുക്കൊരു മെഡലാണ് നഷ്ടമായത്. പപ്പീസ് നല്ലൊരു ബൗളറാണെന്ന കാര്യം മറക്കരുത് സാറേ. അത് പിന്നെ എനിക്ക് കഴിയില്ല എന്ന് ആ ഗംഭീർ പറഞ്ഞപ്പോ ഞാൻ മറ്റൊരാളല്ല നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത്. സ്വന്തം കഴിവുകളെ വളർത്തിയെടുക്കേണ്ടത് അവനവൻ തന്നെയാ. മനസ്സിലായോ പപ്പീസിന്? പപ്പീസിന്റെ ഒറ്റ പ്രശ്നം കാരണം ഇവരുടെ കൂടി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഗെയിമിൽ ഇവർ തോറ്റുപോയി. അത് ശരിയാ, നല്ല ബൗളറിന്റെ കുറവാ നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞത്. കൂട്ടുകാരെ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കേ. ആ ഗംഭീര എല്ലാറ്റിനും കാരണം. അവനെ ഞാൻ വെറുതെ വിടില്ല. പപ്പീസിന് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. അടുത്ത ദിവസം നടക്കുന്ന ഞാണിന്മേൽ കളിയിൽ പപ്പീസ് പങ്കെടുക്കും. സാർ, എനിക്ക് ഞാണിന്മേൽ അതൊന്നും ശരിയാവില്ല സാർ, അത് നടക്കില്ല. ഈ പപ്പീസിന്റെ ഒരു കാര്യം. പപ്പീസിന് ഗംഭീരനോട് പ്രതികാരം ചെയ്യണം. എങ്കിൽ പപ്പീസ് അടുത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നു. എന്താ? ശരി സാർ, ഞാൻ ഇനി അതിനു വേണ്ടി ട്രൈ ചെയ്യും. ഇനി എനിക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളാ മത്സരം കഴിയുന്നത് വരെ. നിങ്ങൾ നോക്കിക്കോ. ബൈ. കണ്ടോ, ഇതാണ് ആത്മവിശ്വാസം. ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുന്ന കാര്യം ചെയ്തു കാണിക്കാനുള്ള അർപ്പണ മനോഭാവം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടത് ഈ ഒരു മനോഭാവമാണ്. അടുത്ത ഐറ്റം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അതിസാഹസികമായ വേൾഡ് ഫേമസ് ഞാണിന്മേൽ കളി. പങ്കെടുക്കുന്നവർക്ക് മനോഹരമായ ഗോൾഡൻ ട്രോഫി. ഗംഭീര മത്സരിക്കാൻ പോകുന്നതിന് മുമ്പ് അവന്റെ ആത്മവിശ്വാസം അത് ഞാൻ ഏറ്റു. കഴിഞ്ഞ 5 വർഷമായി ഞാണിന്മേൽ കളിയിൽ വേൾഡ് റെക്കോർഡ് മെഡൽ വാങ്ങുന്ന ഗംഭീർ. ഞാൻ ഞാണിന്മേൽ കളിയിൽ വിജയിക്കും. അതെ, ഗംഭീറിന്റെ 5 വർഷത്തെ റെക്കോർഡ് ഞാൻ തിരുത്തി കുറിക്കും. സാധിക്കും. കഴിഞ്ഞ 1 വർഷമായി ഞാണിന്മേൽ കളിയിൽ വിദഗ്ധനായ പ്രൊഫസർ ജംബൂർവാല എന്നെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഓർത്തോ? കാണാം, നമുക്ക് കാണാം. തുടർച്ചയായി 5 വർഷം നേടിയ ഗോൾഡൻ ട്രോഫി 6ാം വർഷവും നിലനിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീറിന്റെ മുന്നേറ്റം കാണികളിൽ ആവേശം കൊടുത്തിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൈയടിച്ചുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കാം. ഗംഭീർ കമോൺ, ഗംഭീർ കമോൺ, ഗംഭീർ കമോൺ, ഗംഭീർ കമോൺ. അങ്ങനെ ഗംഭീർ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതിയോളം എത്തിക്കഴിഞ്ഞു. വേൾഡ് റെക്കോർഡ് ഉടമ ഗംഭീർ നിലം പതിച്ചിരിക്കുന്നു. അവിശ്വസനീയം. അടുത്തതായി ഞാണിന്മേൽ കളിയിൽ ഒരു ന്യൂ കമർ, ന്യൂ ഗസ്റ്റ്, മത്സരത്തിലെ കന്യക്കാരൻ പപ്പീസ്. ഇപ്പോഴും നിന്റെ ദേഷ്യം മാറിയിട്ടില്ല. കാത്തോളനെ. വളരെ ഈസിയായി പപ്പി ഒരു
തുടക്കക്കാരനായ യാതൊരു തരത്തിലുള്ള മതലക്ഷ്യമില്ലാതെ വളരെ ഈസിയായി മുന്നോട്ട് നീങ്ങുന്ന പപ്പീസ് വളരെ ഭംഗിയായി വേൾഡ് റെക്കോർഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. Come on puppies, come on puppies. Puppies അങ്ങനെ ലക്ഷ്യത്തിലെത്തുകയാണ്. എത്താറായി. ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിനക്കത് പൂർത്തിയാക്കാൻ സാധിക്കും. ഈ ഞാണിമേൽക്കളിയുടെ അതിഥി പുതുപുത്തൻ ആവേശം പപ്പി അതിസാഹസികമായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് അങ്ങനെ ഗോൾഡൻ ട്രോഫിയിലേക്ക് അതെ എത്തുകയാണ്. പപ്പീസ് മത്സരം പൂർത്തിയാക്കുന്നു. അങ്ങനെ പപ്പീസ് മത്സരം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡൻ ട്രോഫി പപ്പീസിനെ ഗംഭീരനെ തോൽപ്പിച്ചുകൊണ്ട് അലേലോ പുലേലോ അലപ്പുലാലേലോ അലേലോ പുലേലോ അലപ്പുലാലേലോ അലേലോ പുലേലോ അലപ്പുലാലേലോ ആരണ്ട എന്നെ തോൽപ്പിച്ചത്. അഭിനന്ദനങ്ങൾ കപില. ഗംഭീർ, ഇപ്പോ എന്ത് പറയുന്നു ഗംഭീർ? ആത്മവിശ്വാസം ചോർന്നു പോയാൽ ഒരാൾക്കും ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. എനിക്ക് ഒറ്റ വാശിയേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഗെയിം ജയിക്കുക. അത് സാധിച്ചു സാർ. അതെ, എന്തും നേടുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് അനായാസം നേടാൻ സാധിക്കും. സാർ, ഞാൻ അഹങ്കരിച്ചു, മറ്റുള്ളവരെ ഉപദ്രവിച്ചു, മറ്റുള്ളവരുടെ ആത്മവിശ്വാസം പോട്ടെ ഗംഭീറിന് തെറ്റ് മനസ്സിലായല്ലോ. അത് മതി. സ്വന്തം കഴിവുകളിൽ അമിത വിശ്വാസം പാടില്ല. ദൈവഹിതത്തിൽ ആശ്രയിക്കുക, ദൈവനാമം മുരുവിടുക. എങ്കിൽ നിങ്ങൾക്ക് നേർവഴിക്ക് സഞ്ചരിക്കാൻ കഴിയും. കാട്ടിലെ കളിച്ചിരിയിൽ നിന്നും ജ്ഞാനത്തിന്റെ ലോകത്തിലേക്ക് വചനങ്ങളിലൂടെ ഒരു യാത്ര. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. അങ്കിൾ, എന്തുവാടാ? എനിക്ക് 10 രൂപ വേണം. 10 രൂപ വേണമെന്നോ? എന്തിനാ 10 രൂപ? അങ്കിൾ, എന്നെ കൂട്ടുകാരനെ സഹായിക്കണം. ഓ, കൂട്ടുകാരനെ സഹായിക്കാനാണോ? അതെ അതെ. അപ്പം നീ മാത്രമാണോ സഹായിക്കുന്നത്? അതെ, ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും സഹായിക്കാറുണ്ടോ? എല്ലാവരും ചേർന്ന് സഹായിക്കുന്നത്. എല്ലാവരും ചേർന്നാണോ? എന്താ കാരണം? എന്റെ കൂട്ടുകാരന് നല്ലൊരു യൂണിഫോം ഇല്ല. ഓ, യൂണിഫോം ഇല്ല അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു യൂണിഫോം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അതെ അതെ. ഓ, വെരി ഗുഡ്. അപ്പം മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലൊരു സ്വഭാവമാണ് കേട്ടോ. താങ്ക് യു അങ്കിൾ. ഓക്കെ, അപ്പം സഹായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വഭാവമായിട്ട് മാറണം. അങ്ങനെ സഹായിക്കുന്നവരുടെ ജീവിതത്തിൽ പലപ്പോഴും അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞത്? എന്താ കാരണം എന്നറിയാമോ? സഹായിക്കുന്ന ഒരു സ്വഭാവം നാം വളർത്തിയെടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഒരിക്കൽ ഒരു റോഡ് സൈഡിൽ ഭടന്മാർ മരം വലിച്ചു കയറ്റുകയായിരുന്നു. 4 പേര് ചേർന്നിട്ട് പൊക്കാൻ പറ്റാത്ത അത്രയും കനമുള്ള മരമാണ് അവർ ഇത് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭടന്മാരുടെ ക്യാപ്റ്റൻ കുറച്ച് ദൂരെ നിൽക്കുന്നുണ്ട്. അദ്ദേഹമാണ് നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത്. അദ്ദേഹം ഇവരെ വന്ന് സഹായിക്കാനോ ഇവരെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും കൂട്ടാക്കിയില്ല. അപ്പോൾ ആ വഴിയായി ഒരു മനുഷ്യൻ കടന്നു വന്നു. തൻ്റെ കുതിരപ്പുറത്ത് അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്ത് ഇവരുടെ അടുക്കലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ വേദനയുണ്ടാക്കി. 4 പേര് കഷ്ടപ്പെട്ട് മരം കയറ്റുക. എത്ര കഷ്ടപ്പെട്ടിട്ട് ഈ മരം വണ്ടിയിലോട്ട് കയറ്റാനായിട്ട് പറ്റുന്നില്ല. ഉടനെ അദ്ദേഹം അവിടെ നിന്ന് ക്യാപ്റ്റനോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് സഹായിച്ചുകൂടെ? അപ്പോൾ ഈ ക്യാപ്റ്റൻ മറുപടി പറയുക, എന്താണ് മറുപടി പറഞ്ഞേ? ഞാൻ സഹായിക്കാൻ പാടില്ല, ഞാൻ അവരുടെ ക്യാപ്റ്റനാണ്, എനിക്കവരെ സഹായിക്കാൻ, അവർ തന്നെ അത് കയറ്റണം. ഉടനെ ഈ കുതിരപ്പുറത്ത് വന്ന അദ്ദേഹം
അവിടെ താഴെ ഇറങ്ങി ഈ ഭടന്മാരുടെ കൂടെ നിന്ന് ആ മരം വലിച്ചു കയറ്റുവാനായിട്ട് സഹായിച്ചു. അദ്ദേഹം നന്ദി പോലും കേൾക്കാതെ പെട്ടെന്ന് തൻ്റെ കുതിരപ്പുറത്ത് കയറി അദ്ദേഹം അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. ചില നാളുകൾക്ക് ശേഷം ആ രാജ്യത്തിലെ ഏറ്റവും ഉന്നതനായിരിക്കുന്ന വ്യക്തിയെ മാനിക്കുവാനായിട്ട് ഒരു വലിയ മീറ്റിംഗ് സംഘടിപ്പിച്ചു. ഈ പട്ടാളക്കാരും അതുപോലെ ഈ ക്യാപ്റ്റനൊക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നത്തെ മീറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ആദരിച്ച ആ വ്യക്തി ആരാന്നറിയാമോ? അമേരിക്കയുടെ പ്രസിഡൻ്റായി മാറിയ ജോർജ് വാഷിങ്ടൺ. അദ്ദേഹമാണ് ഇവരെ സഹായിക്കുവാനായിട്ട് കടന്നു വന്നത്. ഇത് കണ്ടപ്പോൾ ആ ക്യാപ്റ്റന് വളരെയധികം വേദനയുണ്ടായി. തൻ്റെ തെറ്റിനെ താൻ ഓർത്തു. ഉടനെ ഈ മീറ്റിംഗ് കഴിഞ്ഞ വഴി അദ്ദേഹം വാഷിങ്ടൻ്റെ അടുക്കൽ ചെന്ന് സോറി പറഞ്ഞു. നോക്കിയ കൂട്ടുകാരെ, പല നേതാക്കന്മാരും മാറി നിൽക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇതുപോലെ ജോർജ് വാഷിങ്ടനെ പോലെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള വ്യക്തി സഹായിക്കുവാനായിട്ട് താഴെ ഇറങ്ങി വന്ന് സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ്? ഞങ്ങൾ അതുപോലെ സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാർ ഒന്നിച്ച് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, പാഴാക്കരുത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളങ്ങനെ ചെയ്യുമോ? എല്ലാവരും ചെയ്യും. ഓക്കെ, അപ്പം ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കെ, ബൈ. ചിന്തയുടെ നറുമലറുകൾ വിതറിയ ഇന്നത്തെ എപ്പിസോഡ് എപ്പടി? എഴുതുക. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ചിന്തയ്ക്കും അറിവിനുമായി കാത്തിരിക്കൂ അടുത്തയാഴ്ച വരെ. അതുവരെ ബൈ ബൈ.